ഹായ് ഗെയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു ഉണ്ടായ എന്താ പറയുക, ഒരു വൃത്തികെട്ട അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളോട് സ്കൂളിൻ്റെ താഴത്ത് ശൗചാലയം പറഞ്ഞ് 2 കുഴികളൊക്കെ കുത്തിക്കണ്. കുഴികളെ കുത്തിയപ്പോഴൊന്നും അല്ല കേട്ടോ, കാരണം കഴിഞ്ഞ നോമ്പിന് കുത്തിയതാണ്. പിന്നെ ഒരു അപ്ഡേഷൻ അവിടെ നടന്നിട്ടില്ല. അപ്പം അവിടെ ആ സമയത്ത് അവിടെ സൈഡിൽ കുറ്റിയൊക്കെ അടിച്ചിരുന്നപ്പോൾ തറക്കിലെ കുറ്റിയൊക്കെ അടിച്ചിരുന്നപ്പോൾ കുറ്റിയില്ലാകുമ്പം ഒന്നുമില്ലാകുമ്പം ഈ കുഴി ഇതേമാർക്ക് കിടക്കണമ്പം, കാരണം സ്കൂളിൻ്റെ മുന്നിലാണമ്പം. അപ്പോൾ അതും LP സ്കൂളിൻ്റെ മുന്നിലാകുമ്പം കുട്ടികളൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പായണ സമയത്ത് ഒന്ന് കാലിടറി കഴിഞ്ഞാൽ ഈ കുഴിയിലേക്ക് പോകും. അപ്പോൾ അവർക്കും പോയി അവരുടെ രക്ഷിതാക്കൾക്കും പോയി, അല്ലാതെ ഈ കുഴി കുത്തിയ അവർക്കൊന്നും പോയില്ലാകുമ്പം പിന്നെ ഇതിനെ തുടർന്ന് ഒരു അപ്ഡേഷൻ വന്നിട്ടില്ലാകുമ്പം. കാരണം ചെറുപെരുന്നാൾ കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞ് ചെറുപെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാളാകാനായി ഇപ്പോഴും ഈ കുഴി ഇതേമാർക്ക് തന്നെ കിടക്കുന്ന അധികാരികൾ നോക്കാഞ്ഞിട്ടോ അധികാരികൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടോ എന്തെന്നറിയില്ലാകുമ്പോൾ ഇതിനായിട്ട് പുതിയൊരു അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ലാകുമ്പോൾ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ലേവയും ഇതിന് മുകളിൽ ഇടുക. അപ്പോൾ പിന്നെ ഒരു സേഫ്റ്റിയാണ്. അപ്പോൾ വർക്ക് പിന്നെ എടുത്താലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്ലേവയും ഇടണം. അപ്പോൾ സേഫ്റ്റി ആണല്ലോ. ഇതൊരു സേഫ്റ്റി ഇല്ലാതെ ഇങ്ങനെ കുഴി കുത്തി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിയാക്കി എന്ത് ചെയ്യുമ്പോൾ, കാരണം ഇവർക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ കുഴിയിൽ അകപ്പെട്ട് പോകുന്ന കുട്ടികൾക്കും പേരൻസിനും ജസ്റ്റ് ഒരു ബൈക്കൊന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ജസ്റ്റ് ബൈക്ക്